ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. നമ്മൾ ലാസ്റ്റ് നിമിഷം നോക്കുന്ന മക്കളുണ്ടാവും. ചാപ്റ്റർ നമ്പർ 1-2 മുതൽ ചാപ്റ്റർ നമ്പർ 4 വരെയുള്ള സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്, കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ചാപ്റ്റർ നമ്പർ 3 ഡാറ്റ സ്ട്രക്ചർ, ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജി. ഈ 4 ചാപ്റ്റർ അവസാന നിമിഷം നോക്കുന്ന മക്കളുണ്ടാവും. എങ്ങനെയൊക്കെ നോക്കണം, എങ്ങനെയൊക്കെ സെറ്റാക്കണം, ഒന്ന് ക്യുക്കായിട്ട് നമുക്ക് നോക്കാം. ചാപ്റ്റർ നമ്പർ എന്തൊക്കെ പഠിക്കണം? ചാപ്റ്റർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അറേ വേഴ്സസ് സ്ട്രക്ചർ തന്നെയാണ്. അറേ വേഴ്സസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറേ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള എലമെന്റ്സ്, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് എലമെന്റ്സ് ആണ് അല്ലെ. സെയിം ഡാറ്റ ടൈപ്പ് ആണ്, ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ആണ്. അറേ എന്ന് പറയുമ്പോൾ അത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. മറ്റത് എന്തായിരിക്കും? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? അറേ എന്ന് പറഞ്ഞാൽ അറേന്റെ ഉള്ളിൽ മറ്റൊരു അറേ വന്നാൽ അതിനെ പറയുന്ന പേരാണ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയും. എന്നാൽ സ്ട്രക്ചറിന്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വന്നാൽ അതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. നാലാമതായിട്ട് പഠിക്കേണ്ടത് അറേന്റെ ഉള്ളിൽ വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ സബ്സ്ക്രിപ്റ്റ് ആണ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ സ്ട്രക്ചറിന്റെ ഉള്ളിൽ വാല്യൂസ് ആക്സസ് ചെയ്യാൻ ഡോട്ട് ഓപ്പറേറ്റർ ആണ്. ഈ തമ്മിലുള്ള വ്യത്യാസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് എങ്ങനെ ഇത് ടൈം എന്നല്ല, ഒരു നോർമൽ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാൻ ചോദിക്കും. ഇതിപ്പോ ടൈമിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്ട്രക്ചർ ടൈം എന്ന് കൊടുത്താൽ മതി. സ്ട്രക്ചർ ടൈം അതിൽ എന്തൊക്കെ എഴുതണം? അവർ ഉണ്ടാവും, അതേപോലെ മിനിറ്റ് ഉണ്ടാവും, അതുപോലെ സെക്കൻഡ് ഉണ്ടാവും അല്ലെ. സെക്കൻഡ് ഉണ്ടാവും. അവിടെ തീർന്നു. ഇതുപോലെയല്ല ബാക്കിയുള്ള വേറെ ക്വസ്റ്റ്യൻസും വരാം. അപ്പൊ മറ്റൊരു ക്വസ്റ്റ്യൻ, എ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അനദർ സ്ട്രക്ചർ. ഇതിനെ പറയുന്ന പേരാണ്, ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. നിർബന്ധമായിട്ടും ഒരു എക്സാമ്പിൾ പഠിക്കണം. ഏറ്റവും നല്ല എക്സാമ്പിൾ സ്റ്റുഡന്റിന്റെ എക്സാമ്പിൾ തന്നെയാണ്. ഏറ്റവും സിമ്പിൾ ആക്കി എഴുതാണെങ്കിൽ റോൾ നമ്പർ എഴുതാം. ഇന്റെ റോൾ നമ്പർ മാത്രം പോരാ, നെയിം വേണം. അപ്പൊ ക്യാരക്ടർ നെയിം ഓഫ് 20, ഒരു 20 എഴുതി. എന്നിട്ട് വേണ്ടത് എന്താ? ആ കുട്ടി ജനിച്ച ഒരു ദിവസം ഉണ്ടാവും. ആ ദിവസം എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി ഡേ വേണം, മന്ത് വേണം, ഇയർ വേണം. എന്നിട്ട് അവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത്. തീർന്ന്. ഇതാണ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വന്നാൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സിൻടാക്സ് ഫോർ ദ ഫോളോയിങ് ഡിക്ലറേഷൻ ഓഫ് എ പോയിന്റർ വേരിയബിൾ ഇൻ C++. ഒരു പോയിന്റർ ഉണ്ടാക്കുന്ന സിൻടാക്സ് എങ്ങനെ? ഒരു പോയിന്റർ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഡാറ്റ ടൈപ്പ് ചെയ്താം, ഒരു സ്റ്റാർ ഇടാം, ഒരു പോയിന്ററിന്റെ പേര് എഴുതാം. ഇതാണ് ഡാറ്റ ടൈപ്പ്. ഇതാ കഴിഞ്ഞു. പോയിന്റർ എഴുതാം. ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ സിൻടാക്സ് എഴുതാൻ ചോദിച്ചാൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ന്യൂ എന്നുള്ള കഥാപാത്രം ഉണ്ടാവും. അപ്പൊ ഡാറ്റ ടൈപ്പ് എഴുതാം. ഒരു പോയിന്റർ ഇടാം, പോയിന്ററിന്റെ പേര് എഴുതാം, പോയിന്റർ നെയിം ഈസ് ഈക്വൽ ടു എന്ത് വേണം? ഒരു ന്യൂ വേണം, ഒരു ഡാറ്റ ടൈപ്പും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ 2 ഫീച്ചേഴ്സ് ഓഫ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക്കിൽ പഠിക്കേണ്ട 4 പോയിന്റ്സ് എന്തൊക്കെ? ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ ദ എക്സിക്യൂഷൻ ആണ്. മറ്റത് എന്തായിരിക്കും? ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഓപ്പറേറ്ററും വേണ്ട മെമ്മറി ഉണ്ടാക്കാൻ. ഇവിടെ ന്യൂ ഓപ്പറേറ്റർ വേണം. ഇവിടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ആരും വേണ്ട, നോ ഓപ്പറേറ്റർ ആണ്. ഇവിടെ ആര് വേണം? ഡിലീറ്റ് ഓപ്പറേറ്റർ വേണം. പോയിന്റർ നിർബന്ധമായിട്ടും അല്ലെ, ആവശ്യമില്ല. ഇവിടെ പോയിന്റർ നിർബന്ധമാണ്. 4 പോയിന്റ്സ് വൃത്തിയിൽ പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെമ്മറി ലീക്കേജ്? മെമ്മറി ലീക്കേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കേണ്ടത് ഡൈനാമിക് ആയി ക്രിയേറ്റ് ചെയ്ത മെമ്മറി. ഞാൻ ഡൈനാമിക് ആയിട്ട് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കിയ മെമ്മറി ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. ഇഫ് ദ ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറി ഈസ് നോട്ട് ഡീഅലോക്കേറ്റ് ചെയ്തില്ല. എന്തുപയോഗിച്ച്? ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്തില്ല. അന്നേരം ഒരു വേസ്റ്റ് ഉണ്ടാവും. എ വേസ്റ്റേജ് ഓഫ് മെമ്മറി ഈസ് ഒക്വേർഡ്. ആ വേസ്റ്റേജിനെ പറയുന്ന പേരാണ് മെമ്മറി ലീക്കേജ്. ഇഫ് ദ ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറി ഈസ് നോട്ട് ഡീഅലോക്കേറ്റഡ്, യൂസ് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്തില്ല. എ വേസ്റ്റേജ് ഓഫ് മെമ്മറി ഈസ് ഒക്വേർഡ്, ഇറ്റ് ലീഡ്സ് ടു മെമ്മറി ലീക്കേജ്. സോ ലാസ്റ്റ് വൺ, read the following code fragments. int a ഇതാ കണ്ടോ, ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്ത് അതിൽ 5 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ അല്ല, ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരാം. 0 1 2 3 4. അറയുടെ പേരാണ് എ. അപ്പൊ ഇന്റ് സ്റ്റാർ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇന്റ് സ്റ്റാർ പി ഏതെങ്കിലും അഡ്രസ് ചെയ്താൽ 1000 ആണ്. ഇതന്നെ ക്വസ്റ്റ്യൻ അല്ല, ഇതുപോലെ ക്വസ്റ്റ്യൻ വരും. അന്നേരം ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം.
ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ഇയർ നമ്പർ ആദ്യം അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്യും, 1000 ഇവിടെ സ്റ്റോർ ചെയ്യും. ആ 1000 അവിടെ സ്റ്റോർ ചെയ്താൽ സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ എഴുതി പഠിക്കണേ വാല്യൂ അറ്റ് പി എന്നാണ്. പി എന്ന് പറഞ്ഞാൽ 1000 ആണ്, വാല്യൂ അറ്റ് 1000 എന്ന് പറഞ്ഞാൽ 1000 ഉള്ള വാല്യൂ 5 ആണ്. സ്റ്റാർ പി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് പി 1000 പ്ലസ് 1 ആണ്, 5 പ്ലസ് 1 ആണ്, ആൻസർ ഈസ് 6 ആണ്. സ്റ്റാർ ഓഫ് പി പ്ലസ് 1, സ്റ്റാർ ഓഫ് പി പ്ലസ് പറഞ്ഞാൽ വാല്യൂ അറ്റ് പി പ്ലസ് 1 ആണ്, 1000 പ്ലസ് 1 ആണ്, 1000 പ്ലസ് 1 പറഞ്ഞാൽ 1004 ആണ്, 1004 വാല്യൂ 10 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആണ്. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ അതേ സ്ട്രക്ചറിന്റെ തന്നെ പോയിന്റർ, വൺ ഓഫ് ദ എലമെന്റ് ഈസ് എ പോയിന്റർ. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ ആ സ്ട്രക്ചറിന്റെ തന്നെ പോയിന്റർ, ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. നിർബന്ധമായിട്ട് ഒരു എക്സാമ്പിൾ എഴുതാം. സ്ട്രക്ചർ സ്റ്റുഡന്റ്, അതിൽ റോൾ നമ്പർ ഉണ്ടാവും, അതേപോലെ അതിൽ നെയിം ഉണ്ടാവും, ക്യാരക്ടർ നെയിം ഓഫ് 20 ഉണ്ടാവും. ഇനി എന്താ വേണ്ടത്? അതിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡന്റ് സ്റ്റാർ എസ് പി, കണ്ടോ? സ്റ്റുഡന്റ് സ്റ്റാർ എസ് പി. ഇതിനെ പറയുന്ന പേരാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ അതേ സ്ട്രക്ചറിന്റെ തന്നെ പോയിന്റർ, ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്യും. ചാപ്റ്റർ 2ലേക്ക് പോവാം. ചാപ്റ്റർ 2 എന്തൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്? കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. ഊപ്പ് കോൺസെപ്റ്റിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ അഡ്വാൻറ്റേജ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇറ്റ് ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ആണ്. ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ആണ്. ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം, നമ്മളെ പ്രൈവറ്റ് ആലോചിച്ചാൽ മതി. ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് കോഡ്. Used to implement real life scenarios and can create new data types. Advantage, explain inheritance. Inheritance എന്ന് പറഞ്ഞാൽ എന്താണ്? It is the process of acquiring ലാണ്, ഉണ്ടാക്കലാണ്. Process of acquiring. എന്താ ഉണ്ടാക്കലാണ്? Some properties എവിടെ നടാ? From the existing class. ഓൾറെഡി ഉള്ള ക്ലാസ് ഉണ്ടോ? അതിന്റെ ടൈപ്സ് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട സാധനം ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. 5 ടൈപ്പാണ്. ഒന്ന് ദ സിംഗിൾ ഇൻഹെറിറ്റൻസ്, സിംഗിൾ. അപ്പൊ ഇവൻ ബേസ് ആണ്, ഇവൻ ഡിറൈവ്ഡ് ആണ്, അല്ലെ? അപ്പൊ ഇതിനെ പറഞ്ഞ പേരാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഒരു ബേസ്, ഒരു ഡിറൈവ്ഡ്. 2 ബേസ് വന്ന്, 2 ബേസ് അതിൽ നിന്നും ഒന്ന് ഫോം ചെയ്യുക, അതിനെ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ എന്ന് പറയും. ഒരു ബേസിൽ നിന്നും ഒരുപാട് എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്താൽ ഇതിനെ പറയുന്ന പേരാണ് ഹൈറാറിക്കൽ എന്ന് പറയും. ഒരു ബേസ് ക്ലാസ്, അതിൽ നിന്നും ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഫോം ചെയ്യുക, അവിടുന്ന് വീണ്ടും ഡിറൈവ്ഡ് ക്ലാസ് ഫോം ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് മൾട്ടി ലെവൽ എന്ന് പറയും. ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ്. ലാസ്റ്റ് വൺ ഈസ് ഹൈബ്രിഡ് ആണ്, പലതും മിക്സ് ചെയ്തടിക്കാം. ദാറ്റ് ഈസ് കോൾഡ് കോമ്പിനേഷൻ ഓഫ് എനി 2. അടുത്ത സെക്ഷൻ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് പോളിമോർഫിസം. പോളിമോർഫിസത്തിന്റെ ഡെഫിനിഷൻ നല്ല രസമാണ്. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ്, മോർഫിസം എന്ന് പറഞ്ഞാൽ ഫോം ആണ്. അപ്പൊ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ? പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എബിലിറ്റി ആണ്, അതൊരു കഴിവാണ്. എബിലിറ്റി ടു എക്സ്പ്രസ് ആണ്, കാണിക്കുക, എക്സ്പ്രസ് ഇൻ മെനി ഫോംസ് ആണ്. എബിലിറ്റി ടു എക്സ്പ്രസ് ഇൻ മെനി ഫോം. ഒരേ പേരിൽ 2 ആള്, ഏരിയ ഓഫ് ആർ, ഏരിയ ഓഫ് എൽ കോമ ബി, രണ്ടിന്റെ പേര് സെയിം ആണ്, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി ഡിഫറെന്റ് ആണ്. തീർന്നു. അതിന്റെ ടൈപ്സ് പഠിക്കണം. ടൈപ്സ് പഠിക്കണേ, നിർബന്ധമാണ്. ടൈപ്സ് ഓഫ് പോളിമോർഫിസം. പോളിമോർഫിസത്തിന്റെ ടൈപ്സ് പഠിക്കുമ്പോൾ 2 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്നാമത്തെ സാധനമാണ് സ്റ്റാറ്റിക് പോളിമോർഫിസം, രണ്ടാമത്തതാണ് ഡൈനാമിക് പോളിമോർഫിസം. പേരിഷ്ടമായില്ലെങ്കിൽ മറ്റൊരു പേര്. ഏർലി ബൈൻഡിങ്, നേരത്തെ ബൈൻഡ് ചെയ്ത് വെച്ചത് സാധനം. അപ്പം ഇതിനെ പറയുന്ന പേരാണ് ലേറ്റ് ബൈൻഡിങ്, നേരം വൈകി ബൈൻഡ് ചെയ്യുന്ന സാധനം. അതുമല്ലെങ്കിൽ മറ്റൊരു ഇംഗ്ലീഷ് വാക്കാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് റൺ ടൈം പോളിമോർഫിസം. ഇതിൻ്റെ ഉള്ളിൽ 2 പാരാമീറ്റർ ഉണ്ട്. ഒന്നാമത്തെ ആളാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്, രണ്ടാമത്തെ പാരാമീറ്റർ ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്.
ഇതിന്റെ ഉള്ളിൽ ഫംഗ്ഷൻ ഓവർ റൈഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറയും. വെർച്വൽ ഫംഗ്ഷൻ. ഡിഫറൻഷിയേറ്റ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ 4 പോയിന്റ്സ് ആണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഒന്നാമത്തത് എന്താന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കാം. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതുപോലെ എന്നാൽ മറ്റതെന്താ? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കൽ ആർക്കാ? ഇമ്പോർട്ടൻസ് കൊടുക്കൽ ആർക്കാ? ഒബ്ജക്റ്റിനാണ്. ഫോക്കസ് ഓൺ ഒബ്ജക്റ്റ് ആണ്. എന്നാൽ ഇവിടെ കൊടുക്കേണ്ടത് ഫോക്കസ് ഓൺ പ്രൊസീജിയറിനാണ്. പ്രൊസീജിയറിനാണ് പ്രാധാന്യം കൊടുക്കുക. ആ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ക്യാൻ മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ്. റിയൽ വസ്തുക്കളെ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ്. അപ്പൊ ഇവിടെ എഴുതിയേക്കേണ്ട സാധനമാണ് കാണ്ട് മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി. ഇതെന്ത് അപ്രോച്ചാണ്? സെക്യൂർ ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സെക്യൂർ ആണ്. ഇത് നോട്ട് സെക്യൂർ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ഇത് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. യെസ്, ചാപ്റ്റർ 2 ഈസ് ഓവർ. മൂവ് ടു ദി ചാപ്റ്റർ നമ്പർ 3. ചാപ്റ്റർ നമ്പർ 3 പഠിക്കേണ്ടത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഡാറ്റ സ്ട്രക്ചേഴ്സിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ആദ്യത്തെ പോയിന്റ് ആണ് എന്താണ് ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചർ ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ഇൻ എ പർട്ടിക്കുലർ മാനറിലാണ്. 2 ടൈപ്പ് ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. സ്റ്റാറ്റിക് ഉണ്ട്, അതായത് സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. സിമ്പിളിന്റെ ഉള്ളിൽ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 2 അറേ ആൻഡ് സ്ട്രക്ചർ. കോമ്പൗണ്ട് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 2 ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയറിന്റെ ഉള്ളിൽ 2 elements, 3 elements സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്, ലിസ്റ്റ്. നോൺ ലീനിയറിന്റെ ഉള്ളിൽ 2 elements ഗ്രാഫും ട്രീയും. ഡാറ്റ സ്ട്രക്ചറിന്റെ ഓപ്പറേഷൻസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ? ഈ ട്രാവേഴ്സിലാണ് എല്ലാ എലമെന്റ്സും വിസിറ്റ് ചെയ്യുക. ഇൻസേർഷൻ, ഡിലീഷൻ ഉണ്ട്, സെർച്ചിങ് ഉണ്ട്, സോർട്ടിംഗ് ഉണ്ട്, മെർജിങ് ഉണ്ട്. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഉണ്ടോ എന്ന് തപ്പുക. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് വാല്യൂസ് ആഡ് ചെയ്യുക. ഡിലീഷൻ എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യലാണ്. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ്. ആൻഡ് ഫൈനലി മെർജിങ് എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡസ് സ്റ്റാക്ക് ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ ഒക്കർ. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ഫുള്ളായി കിടക്കുകയാണ്. ഫുള്ളായി കിടക്കുന്നിടത്തേക്ക് ഒരു എലമെന്റ് ആഡ് ചെയ്യുക. പ്രോസസ് ഓഫ് ആഡിങ് വൺ എലമെന്റ്, ഒരു എലമെന്റ് ആഡ് ചെയ്യലാണ്. എവിടേക്ക്? ഇൻ ടു എ ഫുൾ സ്റ്റാക്ക്. ഫുള്ളായി കിടക്കുന്നിടത്തേക്ക് എലമെന്റ് ആഡ് ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് ഓവർഫ്ലോ. വെൻ ടോസ് ഈസ് ഈക്വൽ ടു n-1 എത്തി, മാക്സിമം എത്തിയാൽ അതിനെ പറയുന്ന പേരാണ് ഓവർഫ്ലോ. എന്നാൽ റിമൂവ് ചെയ്യാം, ഒരു എലമെന്റ് പോലും ഇല്ല. പ്രോസസ് ഓഫ് റിമൂവിങ് എലമെന്റ് ഫ്രം എൻ എംപ്റ്റി സ്റ്റാക്ക്. എംപ്റ്റി ആയി കിടക്കുന്നിടത്തുനിന്ന് ഒരു എലമെന്റ് റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടോസ് ഈസ് ഈക്വൽ ടു. വെൻ ടോസ് ഈസ് ഈക്വൽ ടു -1. ആരുമില്ലാത്തവിടത്തുനിന്ന് ഒരു എലമെന്റ് റിമൂവ് ചെയ്യാണ്. ആ അറ്റംപ്റ്റിനെ പറഞ്ഞ പേരാണ് അണ്ടർഫ്ലോ. എന്ന് പഠിക്കാം. അടുത്ത് 4 അൽഗോരിതമാണ്. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പുഷിന്റെ അൽഗോരിതം പഠിക്കണം. പുഷിന്റെ അൽഗോരിതം, പോപ്പിന്റെ അൽഗോരിതം. അതുപോലെ ക്യൂവിന്റെ കേസിൽ ഇൻസേർഷൻ, ഡിലീഷൻ പഠിച്ചതാണ് പുഷിന്റെ അൽഗോരിതം. ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഫുൾ ആയാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. ഫുൾ അല്ലെങ്കിൽ വെൻ ടോസ് ലെസ് ദാൻ n-1 ആണെങ്കിൽ അവിടെ സ്പേസ് ഉണ്ട്, അവിടെ വാല്യൂ ആഡ് ചെയ്യുക. ടോസ് ഈക്വൽ ടു ടോസ് +1, അവിടെ വാല്യൂ ഇൻസേർട്ട് ചെയ്തു. അല്ലെങ്കിൽ അത് ഫുള്ളായി കിടക്കാണ് ഓവർഫ്ലോ. ആരുമില്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എലമെന്റ് ഉണ്ട് എങ്കിൽ വെൻ ടോസ് ഗ്രേറ്റർ ദാൻ -1 ആയിരിക്കും. അങ്ങനെ ആ എലമെന്റ് റിമൂവ് ചെയ്യാം. അപ്പം ടോസ് 1 താവുക. അതല്ല എങ്കിൽ ആരുമില്ല എങ്കിൽ ദാറ്റ് കേസ് ഈസ് കോൾഡ് അണ്ടർഫ്ലോ. സിമിലർലി ക്യൂവിന്റെ കേസിൽ ക്യൂവിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യണം. ക്യൂവിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട എന്താ? വാല്യൂ ആരുമില്ല എങ്കിൽ എംപ്റ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ആളെ ആഡ് ചെയ്യാൻ പറ്റും. ആ ആളെ ആഡ് ചെയ്താലുള്ള പ്രശ്നം എന്താ? അയാൾ തന്നെയാണ് ഫ്രണ്ടിലും അയാൾ തന്നെ ബാക്കിലും. ഫ്രണ്ടും റിയറും 0 ആക്കുക. അവിടെ വാല്യൂ ആഡ് ചെയ്തു. ആരുമില്ലാത്ത കേസല്ല, എലമെന്റ് ഉണ്ട്. എലമെന്റ് അവിടെ ഉണ്ട്. എലമെന്റ് ഉണ്ട് എങ്കിൽ അവിടെ ആഡ് ചെയ്യുമ്പോൾ റിയറിന്റെ പൊസിഷൻ 1 കൂടിയാൽ മതി. ലാസ്റ്റ് കേസ് ഈസ് ഫുള്ളാണ്. ഫുള്ളായാൽ അതിനെ പറഞ്ഞ പേരാണ് ഓവർഫ്ലോ. ഡിലീറ്റ് ചെയ്യുമ്പോൾ അവിടെ എലമെന്റ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എലമെന്റ്സ് ഉണ്ട് എങ്കിൽ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആവും. അതേപോലെ ഫ്രണ്ട് റേറിന്റെക്കാളും ബാക്കിലാണെങ്കിൽ നമുക്ക് ഒരു എലമെന്റ് റിമൂവ് ചെയ്യാം. ഫ്രണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ഒന്ന് അപ്പ് ചെയ്താൽ മതി. ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1. അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ പറഞ്ഞ പേരാണ് അണ്ടർഫ്ലോ. എപ്പോഴെങ്കിലും ഫ്രണ്ട് റിയറിന്റെക്കാളും മുകളിൽ പോവുകയാണെങ്കിൽ ആരുമില്ലാത്ത സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷന് ഫ്രണ്ട് ഈക്വൽ റിയർ ഈക്വൽ -1 ആയിരുന്നു. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സർക്കുലർ ക്യൂ ഓവർ ദ ലീനിയർ ക്യൂ? ഇറ്റ് സോൾവ്
മെമ്മറി വേസ്റ്റേജ് പ്രോബ്ലം. മെമ്മറി വേസ്റ്റേജ് പ്രോബ്ലം എവിടെയുള്ള മെമ്മറി വേസ്റ്റേജ് പ്രോബ്ലം? മെമ്മറി വേസ്റ്റേജ് പ്രോബ്ലം മീൻ ക്യൂ ഡിലീഷൻ. ക്യൂ ഡിലീഷന്റെ കേസിൽ, അതായത് നമ്മുടെ ഒരു ലീനിയർ ക്യൂവിന്റെ കേസിലാണെങ്കിൽ വാല്യൂസ് 9ഉം 4ഉം ഇവിടെ ഉണ്ട്, ഫ്രണ്ടും റിയറും ആണ്. നമുക്ക് ജന്മത്തിൽ ഇവിടെ വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റില്ല. ആ ഫ്രണ്ടിൽ വാല്യൂസ് കാണ്ട് ഇൻസേർട്ട് ആണ്. ആ മെമ്മറി വേസ്റ്റേജ് ആണ്. ആ മെമ്മറി വേസ്റ്റേജ് ആണ്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേസ്റ്റേജ് ആണ്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ? ഇതിനെ ഏത് ഷേപ്പിലേക്കാണ് മാറ്റും? സർക്കുലർ ഷേപ്പിലേക്കാണ് മാറ്റുക. സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഇവിടെ 9 ഉണ്ടാവും, ഇവിടെ 4 ഉണ്ടാവും. ഇത് ഫ്രണ്ട് ആണ്, ഇത് റിയർ ആണ്. നമുക്ക് ഇവിടെയും റൈറ്റ് സൈഡിലും എല്ലായിടത്തും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യാം ചാപ്റ്റർ നമ്പർ 4ലേക്ക്. ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജിയിലേക്ക് പോവാം. ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജിയിൽ പഠിക്കേണ്ടത് ആദ്യം 4 പോയിന്റ്സ് തന്നെയാണ്. 4 പോയിന്റ്സ്. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റാറ്റിക് കണ്ടന്റ് ആൻഡ് ലേഔട്ട് ആർ ഫിക്സഡ് ആണ്. ഫിക്സഡ് ആണ്. മറ്റേ മേ ചേഞ്ച് ഡ്യൂറിംഗ് റൺ ടൈം. നെവർ യൂസ് ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് ഉപയോഗിക്കും. എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്രൗസറിലാണ്. റൺ ചെയ്യുന്നത് ബ്രൗസറിലാണ്. ഇത് റൺ ചെയ്യുന്നത് സെർവറിലാണ്. ഈസി ടു ഡെവലപ്പ് ആണ്. പ്രോഗ്രാമിംഗ് സ്കിൽസ് ആർ റിക്വയർഡ്. അതേപോലെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും 4 പോയിന്റ്സ് പഠിക്കാം. ഏതൊക്കെ 4 പോയിന്റ്സ്? സ്ക്രിപ്റ്റ് ഈസ് കോപ്പിഡ് ടു ക്ലയന്റ് ബ്രൗസറാണ്, മറ്റേ ഓൾറെഡി ഇൻ സെർവറിലാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയന്റ് ബ്രൗസറിലാണ്, എക്സിക്യൂട്ട് ചെയ്യുന്നത് വെബ് സെർവറിലാണ്. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുക? ക്ലയന്റ് സൈഡ് യൂസ് ടു കണക്ട് ഡാറ്റാബേസ് ആണ്, അല്ല വാലിഡേഷൻ പർപ്പസിനാണ്. മറ്റേതാണെങ്കിൽ കണക്ട് ടു ഡാറ്റാബേസ് ആൻഡ് റിട്ടേൺ റിസൾട്ട് ആണ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. യൂസർ ക്യാൻ ബ്ലോക്ക് ആണ്, മറ്റെന്താ കാൺ ബ്ലോക്ക്ഡ് ബൈ യൂസർ. എക്സ്പ്ലെയിൻ അബൌട്ട് 2 ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിന് 8 ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന് കളർ കൊടുക്കാം, BG കളർ. ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്സ്. എയ്ത്തിന്റെ കളർ മാറ്റണമെങ്കിൽ ടെക്സ്റ്റ്. ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ജമ്പ് ചെയ്യാൻ ലിങ്ക് ആണ്. ലോകം അംഗീകരിച്ച കളർ ബ്ലൂ ആണ്. എ ലിങ്ക് ഉണ്ട്, ആക്റ്റീവായി കിടക്കുന്ന ലിങ്ക്, അത് ഗ്രീൻ ആണ്. വിസിറ്റഡ് ലിങ്ക് ഉണ്ട്, വി ലിങ്ക്, അതിന്റെ കളർ പർപ്പിൾ ആണ്. ലെഫ്റ്റിൽ മാർജിൻ കൊടുക്കാം, ലെഫ്റ്റ് മാർജിൻ. അതുപോലെ ടോപ്പിൽ മാർജിൻ കൊടുക്കാം, ടോപ്പ് മാർജിൻ. അവിടെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെന്റ്. അപ്പൊ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സാധാ സ്ട്രക്ചർ ആണ്. HTML എഴുതണം. HTML കഴിഞ്ഞാൽ ഹെഡ് വേണം. ഹെഡ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ടൈറ്റിൽ വേണം. ടൈറ്റിൽ എന്തെങ്കിലും പ്ലേസ് ചെയ്യുക. ടൈറ്റിൽ ഇവിടെ ക്ലോസ് ചെയ്യും. ടൈറ്റിൽ ക്ലോസ് ചെയ്യണം. ടൈറ്റിൽ ക്ലോസ് ചെയ്യണം. ടൈറ്റിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഹെഡ് ക്ലോസ് ചെയ്യും. ഹെഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ബോഡി സ്റ്റാർട്ട് ചെയ്യും. ആ ബോഡീൻ്റെ ഉള്ളിൽ എന്തൊക്കെ വെബ് പേജിൽ കാണണോ അതെല്ലാം ബോഡിയിൽ പ്ലേസ് ചെയ്യും. ആ ബോഡിയിൽ പ്ലേസ് ചെയ്തതിന് ശേഷം HTML ക്ലോസ് ചെയ്യും. രണ്ടാമത് ഒരു പാർട്ടാണ് ബി പാർട്ട്. ബി പാർട്ട് ലിസ്റ്റ് എനി 2 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. 2 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറഞ്ഞാൽ 12 ടാഗ് ഉണ്ട്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സിൽ 12 എണ്ണം. ഏതൊക്കെ 12 ഉണ്ട്? ബോൾഡ് ഉണ്ട്, ബോൾഡ് ഉണ്ട്, ഇറ്റാലിക് ഉണ്ട്, അണ്ടർലൈൻ ഉണ്ട്, സ്ട്രൈക്ക് ഉണ്ട്. വലുപ്പം കൂട്ടാനുള്ള ആള് ബിഗ് ഉണ്ട്, വലുപ്പം കുറക്കാനുള്ള ആള് സ്മോൾ ഉണ്ട്. കട്ടിയിൽ വരാൻ സ്ട്രോങ് ഉണ്ട്, അതേപോലെ ചെരിച്ചെഴുതാൻ EM ഉണ്ട്. ഏതെങ്കിലും 8 എണ്ണം എഴുതാം, ഏതെങ്കിലും 2 എണ്ണം എഴുതാം. റൈറ്റ് എനി 2 ആട്രിബ്യൂട്ട്സ് ഓഫ് ഫോണ്ട് ടാഗ്. ഫോണ്ട് ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് 3 മക്കളാണ്. ഒന്നാമത്തെ മോന്റെ പേരാണ് ഫേസ്. സ്റ്റൈല് തീരുമാനിക്കുന്ന ആളാണ് ഫേസ്. സൈസ് തീരുമാനിക്കുന്ന ആള് സൈസ്. കളർ തീരുമാനിക്കുന്ന ആള് കളർ. റൈറ്റ് ദ യൂസ് ഓഫ് എനി 4 ടാഗ്സ്. ഏതെങ്കിലും ഒരു 4 ടാഗിന്റെ യൂസേജ്. റൈറ്റ് ദ യൂസ് ഓഫ് എനി 4 ടാഗ്സ് ആണ്. ഇത് ബോൾഡ് ആണ്. ബോൾഡ് എന്ന് പറഞ്ഞാൽ അല്ലെ കട്ടിയിൽ വരും. ഇത് അണ്ടർലൈൻ ആണ്. സബ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ് ആണ്. അടിയിൽ എഴുതാൻ H2O. പ്രീ എന്ന് പറഞ്ഞാൽ പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് ആണ്. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ടെക്സ്റ്റ് ആണ്. അത് അതുപോലെ വരാൻ ഞാൻ കൊടുക്കുന്നത് അതുപോലെ വരാനാണ് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് കൊടുക്കുക. ഇത് ഇമേജ് ആണ് അല്ലെ, യൂസ് ടു ഇൻസേർട്ട് ഇമേജ് ആണ്. BR എന്ന് പറഞ്ഞാൽ അതെന്താ? ലൈൻ ബ്രേക്ക് ആണ്. അടുത്ത ലൈനിലേക്ക് ചാടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. റൈറ്റ് ദ HTML കോഡ്. എന്തിനു വേണ്ടി? റൈറ്റ് an HTML കോഡ് ഫ്രാഗ്മെന്റ് ടു ഇൻസേർട്ട് ആൻ ഇമേജ് profile.jpg. profile.jpg എന്നുള്ള ഇമേജ് വരണം. IMG SRC ഈക്വൽ ടു profile.jpg. അവിടെ തീർന്നു. സോ നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞത്? റൈറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെന്റ്. നോർമൽ രീതിയിലുള്ള 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്.
HTML head title body ആ elements അതേപോലെ എഴുതാം. Write the HTML code for the following to display scrolling text. Scrolling text ആണ് അന്നേരം എഴുതേണ്ടത് mark Q. എന്താണ് വെൽക്കം ടു മൈ വെബ് പേജ് വിത്ത് സ്ക്രോൾ ഡിലേ. ഒരു ഡിലേ വേണം. സ്ക്രോൾ ഡിലേന്റെ ആളാണ്. സ്ക്രോൾ ഡിലേ ഒന്ന് ഒരുമിച്ച് ചെയ്താ സ്ക്രോൾ ഡിലേ ഈക്വൽ ടു 5. എന്നിട്ട് എന്ത് ചെയ്യാം? നേരെ എഴുതാം വെൽക്കം ടു മൈ വെബ് പേജ് എന്നിട്ട് മാർക്ക് ക്ലോസ് ചെയ്യാം. അവിടെ തീർന്നു. H2SO4 എങ്ങനെ എഴുതാം? H എന്ന് എഴുതാം, സബ് എന്ന് എഴുതും, 2 എഴുതാ, സബ് ക്ലോസ് ചെയ്യും. അപ്പൊ H2 എന്നായി. SO4 എന്നുള്ള താഴെ എഴുതണം. 4 എഴുതാ, 4 ക്ലോസ് ചെയ്തു, H2SO4. സോ മൂവ് ചെയ്യാം. ദ ലാസ്റ്റ് സെക്ഷൻ. എടാ മക്കളെ കൂടെ കൂടിക്കോ. A+ ഉറപ്പിക്കാം. ഡിസംബർ 31 ആവുമ്പോഴേക്കും നമ്മുടെ കംപ്ലീറ്റ് പോർഷൻ തീരുന്ന ഞങ്ങളുടെ ഫസ്റ്റ് ട്രാക്ക് ബാച്ച് കൂടെ കൂടാം, സെറ്റാക്കി പഠിക്കാം എജുപോർട്ടിന്റെ കൂടെ. താങ്ക് യു സോ മച്ച്.